തന്നെ തുടർത്തിക്കൊണ്ടു പോകണം. അതിനുള്ള ഒരു വലിയ വഴിയാണ് വറത്തിലിൽ ഖുർആന തർത്തീല. അതിനുള്ള ഏക വഴി തുടർന്ന് അല്ലാഹു പറയുകയാണ്, വളരെ നിർത്തി സാവകാശം നബിയെ തങ്ങൾ ഈ ഖുർആനിനെ പാരായണം ചെയ്യണം. ഇത് നബി തങ്ങളോടുള്ള വാക്കല്ല, എന്നോടുള്ള വാക്കാണ്. ഈ പരിശുദ്ധമായ ഖുർആൻ മനപ്പാഠമാക്കിയ ആലിമീങ്ങളോട് ഹാഫിലീങ്ങളോടുള്ള വാക്കാണ്. ഓരോ മനസ്സുകൾക്കും ഓരോ മനുഷ്യർക്കും സാധാരണക്കാരായ ആൾക്കാർക്ക് പോലും വ്യക്തമാകത്തക്ക നിലയിൽ സാവകാശം നിർത്തി നീട്ടിയും കുറുക്കിയുമെല്ലാം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിനെ പാരായണം ചെയ്യുമായിരുന്നു. എന്താണ് ഈ പാരായണത്തിന്റെ ആഴം, അല്ലെങ്കിൽ ഇതിന്റെ ഭാരം എന്താണ്? വതബത്തൽ ഇലൈഹി തബ്തീല, അല്ലാഹുവുമായി ലയിച്ചു ചേരാൻ. ഈ ലോകത്ത് ഏതെങ്കിലും വസ്തുക്കൾ, ഉപാധികൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം നമ്മളിൽ ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നു. നേർക്ക് നേരെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഗോചരമല്ല എങ്കിലും നാം അതിനെ വിശ്വസിക്കുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്കും നിങ്ങൾക്കും അവശേഷിപ്പിച്ചു പോയിട്ടുള്ള പരിശുദ്ധമായ ഈ ഖുർആൻ, ആ ഖുർആൻ അള്ളാഹുവിന്റെ സ്മരണയിലൂടെ അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരാനുള്ള ഒരു വഴിയാണ് പരിശുദ്ധമായ ഖുർആൻ മനനം ചെയ്യുന്നതിലൂടെ എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് സഫലീകൃതമായിട്ടുള്ളത്. ആയതിൻ്റെ പേരിൽ അള്ളാഹുമായി, അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തുമായി മനസ്സിനെ ബന്ധപ്പെടുത്തി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കലാമ കൊണ്ട് ഈ ശരീരത്തിൽ ഞാനും നിങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന ആയാത്തുകൾ പോലെ തന്നെ അള്ളാഹുവുമായി ആത്മീയമായ ബന്ധമുണ്ടായി തീരുന്നതിന് വളരെ അടിസ്ഥാനപരമായ ഒരു തത്വമാണ് ഖുർആനിൻ്റെ സ്വാധീനം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ നിലയിൽ ആ വായത്തുകൾ നമ്മളെ ഉണർത്തുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഏതായിരുന്നാലും ഈ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു വലിയ അപേക്ഷ മാത്രമാണ്, പരിശുദ്ധമായ ഈ ഖുർആനിൻ്റെ വചനങ്ങളും അതിൻ്റെ ആയാത്തുകളും അതിൻ്റെ വാക്കുകളുമൊക്കെ നിങ്ങൾ ഹൃദിസ്ഥമാക്കിയതുപോലെ ഇതിൻ്റെ സംസ്കാരം, ഇതിൻ്റെ ആദർശം, ഇതിൻ്റെ ആശയം ഇത് ലോകത്ത് മുഴുവനും വിളംബരം ചെയ്യണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തന മേഖലകളിൽ ഈ ഖുർആൻ സജീവമാകുകയും അതോടൊപ്പം തന്നെ ഇൽമിൻ്റെ വഴിയിൽ നാം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് വളരെ അനിവാര്യമായിരിക്കും. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.